പല്ലി പാറ്റ കൂറാൻ തേങ്ങ മാങ്ങയൊക്കെ വന്നിട്ട് അതിലൊക്കെ പറ്റി പിടിച്ചു കിടക്കും. തെറ്റ് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടാ? പറഞ്ഞില്ലേ? ഇല്ലേ, ഒരു സൈഡ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇത് ഇങ്ങനത്തെ നമുക്ക് ഒരെണ്ണം വാങ്ങിക്കേണ്ടത്. ഇത് അടിപൊളി സാധന. നമ്മുടെ ഫർക്കാർ ഇപ്പൊ ഫോഴ്സ് കൂടിയിട്ടുള്ള ലൈറ്റുകൾ ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. ഇതിൽ കോൺക്രീറ്റ് ചെയ്തത് ഇറക്കി അങ്ങനെ തഴിച്ചു. ഇത് ഇത്തിരി കൂടി കനം കൂടുതലുണ്ട്. 800-ൻ്റെയാണ്. കണ്ണ് മിന്നി പോണൻ്റെ. അങ്ങനെ പോക്കണോ കുട്ടികളുടെ പാർക്കുകൾ, വലിയൊരു പാർക്കിലും പറ്റൂട്ടാ. ഇവിടെയൊക്കെ നല്ല വെളിച്ചമാണ്. ഇപ്പോൾ നമുക്ക് വൈകുന്നേരം നേരത്തെ ഇങ്ങോട്ട് വരാനായിട്ട് ഒരു പേടി തോന്നിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് നല്ല പോലെ വെളിച്ചുണ്ട്. കാരണം എന്തിട്ടാന്ന് രാത്രി നല്ല വെളിച്ചുണ്ടെന്ന് പറയും. എന്നാ ആദ്യം പുതിയ പറയാം. അല്ല കുഴപ്പമില്ല, ഇങ്ങനെ പോട്ടെ. പകലെല്ലായിടത്തും വെളിച്ചുണ്ടല്ലോ. രാത്രിയിൽ വെളിച്ചം തരുന്ന ആളാണ് ഈ നിൽക്കുന്നത്. ഇതാ ഈ സാധനം നമ്മുടെ വീടിന്റെ ബാക്കില് FRK സോളാർ ഗാർഡൻ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമ്മൾ കോഴിക്കോട് മറ്റേ യൂണിവേഴ്സിറ്റിയുടെ അവിടെയുള്ള അവർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണിത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമുക്ക് ഈ വശത്ത് ഈ പ്രദേശം മുഴുവൻ വെളിച്ചം തരുന്നതാണ്. ഇതുവരെയായിട്ട് ഒരു കംപ്ലൈൻറ്റ് പോലും വന്നിട്ടില്ല. വൈകുന്നേരം ഇരുട്ടാവുമ്പോൾ സാധനം തന്നെ ലൈറ്റ് കത്തും. നേരം വെളുക്കുമ്പോൾ ഇരുട്ട് മറിഞ്ഞ് സൂര്യനോട് ഉദിക്കുന്നതിന് മുമ്പ് ഒരു 6 മണിയാകുമ്പോൾ ലൈറ്റ് കിടും. അതിന് മുന്നേ ഈ സാധനം വയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ വീടിൻ്റെ ചുറ്റും നോക്കിയാണ്ട് വന്നേ വേണ്ട ഇതിങ്ങനത്തെ ലൈറ്റ് വീടിൻ്റെ ചുറ്റും ഇങ്ങനെയുണ്ട്. ഒരു 1.25 ലക്ഷം രൂപ മുടക്കി നമ്മൾ വെച്ചാണ്. ഇതുവരെയായിട്ട് ഒരു ചുവ്വന് ഇതുവരെയായിട്ട് എല്ലാ ലൈറ്റും കത്തിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും എല്ലാം അവിടെ ഇവിടെ കെട്ടുകിടക്കാണ്. ഇപ്പൊ ഒന്നും കത്തുള്ളല്ലോ. ഇപ്പൊ കത്തണില്ല, നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫർക്കാർ ഇപ്പോൾ പുതിയതായിട്ട് ഇത്തിരി കൂടിയും ഫോഴ്സ് കൂടിയിട്ടുള്ള കൂടുതൽ പ്രകാശപൂരിതമായിട്ടുള്ള ലൈറ്റുകൾ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടൊരു പരീക്ഷണശാല കൂടിയിട്ടാണല്ലോ. അപ്പോൾ ആയിക്ക പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഇവനെ മാറ്റിയിട്ട് ഇത്തിരി കൂടിയും വാട്സ് കൂടിയിട്ടുള്ള ഇത് വെച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം അവരിപ്പോൾ ഇങ്ങോട്ട് വരും. ഈ ലൈറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിസ്സാരമായിട്ട് പറയാം. നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവരുണ്ട്, നമ്മൾ വിദേശത്ത് ഇവിടേക്ക് ആയിരിക്കും. അപ്പോൾ രാത്രിയിലാകുമ്പോൾ വീടിൻ്റെ ചുറ്റും ഇങ്ങനത്തെ ഒരു 4-5 ലൈറ്റ് കണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ തന്നെ കത്തും. നമുക്ക് പ്രത്യേകമായിട്ട് ഇടാനായിട്ട് പോകണ്ട, അതിൻ്റെ കാര്യം അന്വേഷിക്കും വേണ്ട. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് അത് കംപ്ലൈൻറ്റും തേങ്ങയും വാങ്ങിക്കേറ്റ് വരും. ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. കറണ്ട് ബില്ല് വേണ്ട, ഒന്നും വേണ്ട. അതിന് ശ്രദ്ധിക്കേ വേണ്ട. പിന്നെ വീടിൻ്റെ ചുമരമേ ഈ ലൈറ്റുകൾ പിടിപ്പിച്ച് നമ്മൾ രാത്രിയിൽ ഈ സോളാറിന് പകരം ലൈറ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലി പാറ്റ കൂറാൻ തേങ്ങ മാങ്ങയൊക്കെ വന്നിട്ട് അതിലൊക്കെ പറ്റി പിടിച്ച് കിടക്കും. അങ്ങനത്തെ പ്രശ്നമില്ല. ഈ ലൈറ്റ് കണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ചുറ്റും ലൈറ്റായി കണ്ട. അങ്ങനത്തെ ഭയങ്കര ഒരു ഗുണമുണ്ട്. പിന്നെ ആൾതാമസമില്ലാത്ത വീടായാലും പേടിക്കണ്ട. ആൾതാമസമായിട്ടുള്ള പുറത്ത് പോയെന്നാലും പുറത്ത് രാത്രി ആകുമ്പോൾ തന്നെ കത്തിക്കോളും. ഏറ്റവും വലിയൊരു ഇതാണല്ലോ. അപ്പോൾ ഈ നമ്മൾ ഈ മറ്റേ സാധനല്ലേ എന്താ പറയുക, CCTV വയ്ക്കുന്നതിൻ്റെ അതേ പ്രാധാന്യം തന്നെ നമുക്ക് ഈ ലൈറ്റുകൾക്കും കൊടുക്കാം. അപ്പം നമ്മൾ ഇനി ഇവിടെ മാത്രമേ വയ്ക്കുന്നത്. നമുക്ക് ഇവിടെ ഇരുട്ടാണല്ലോ. ഇങ്ങോട്ട് വാ, നമ്മുടെ കുടിലിൻ്റെ അവിടെ ഇപ്പം ഇരുട്ടാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ഇവിടെ നല്ല വെളിച്ച. ഇവിടെ ഒരെണ്ണം വയ്ക്കുന്നുണ്ട് വെച്ചു. ഇവിടെയൊക്കെ അറിയാലോ, നോക്കിയാൽ ഇതിന്റെ ചുറ്റും. ഇവിടെ ഒരു കാര്യം പറയട്ടെ, അതായത് ഇവിടെ 2 ഇപ്പുറത്തേക്ക് ഒരെണ്ണം അപ്പുറത്തേക്ക് ഒരെണ്ണായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് വെച്ചേക്കണ ലൈറ്റ് അത് പറഞ്ഞ ചേട്ടാ. ആ വെളിച്ചം മുഴുവൻ അങ്ങടാ പോണത്. നമുക്ക് ഇവിടേക്ക് അധികം കിട്ടുന്നില്ല, ഇവിടെ ഇരുട്ടാ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ വിഭജിച്ച് നമ്മൾ ഒരാളത് ഇവിടെ വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ വശം മുഴുവൻ വെളിച്ചാവില്ല. അങ്ങനെയാണ് വിചാരിച്ചോണ്ടത്. അവിടെ ഒരെണ്ണം വെക്കാൻ വെച്ചു. പിന്നെ ഒരെണ്ണത്തിന് വെക്കാൻ വിചാരിച്ചോണ്ടത് നമ്മുടെ അവിടെ കൂടാരത്തിൻ്റെ അപ്പുറത്ത് അവിടെ വെളിച്ചല്ലേ. അങ്ങനെ 3 ലൈറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഒന്നുമില്ല. നമുക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ലൈറ്റിൻ്റെ ശക്തിയും ഇതൊക്കെ പിന്നെ പറഞ്ഞുതരാം അവർ വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ അവരിതിപ്പോൾ എത്തും ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ നോക്കിയേക്കാണ്. സരിതയാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായില്ല? ശബ്ദം വരുന്നുണ്ടല്ലോ. ഞാൻ ചില തെറ്റ് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടാ? പറഞ്ഞിട്ടില്ലേ? ഇതുവരെ പറഞ്ഞതൊക്കെ ശരി, വളരെ ശരിയാണ്. അപ്പൊ നമുക്ക് FRK വണ്ടീനെ നോക്കിയേക്കാം. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ FRK വണ്ടിയിട്ടാ.
എല്ലാം സെറ്റപ്പായിട്ടാണ് വന്നുകൊണ്ടത് കേട്ടാ. ബനീനൊക്കെ മാറ്റിയില്ലേ, പഴയതല്ല, പഴയ ആളുകളല്ലാന്ന്. അപ്പോൾ അവരെ വണ്ടി വന്നിട്ട് ആദ്യം തന്നെ ചെയ്യാൻ പോണത് അവിടെയാണ് ഒരു ഇത് കുഴിക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ ആദ്യം എടുക്കണം, എന്നിട്ട് ലാസ്റ്റ് ഇത് ഊരാന്ന് വിചാരിച്ചിട്ടാ. അപ്പോഴേക്കും ആ ഫൗണ്ടേഷൻ ഒന്ന് ഉറയ്ക്കണമല്ലോ. ഉറയ്ക്കാനായിട്ട് നമ്മൾ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഒരെണ്ണം പറഞ്ഞു കൊടുത്തോണത്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും വലിയ 2 തെങ്ങുകളുണ്ട് നമ്മുടെ. അപ്പോൾ തെങ്ങുമ്പോൾ കയറുന്നതല്ലേ എന്ന് ചോദിക്കുന്നവരെ. തെങ്ങ് അതേ അവിടെ മറ്റേത് ഇത് വെച്ചിട്ടുള്ളതാ, മറ്റേ ഈ റോസാര ചെടി വെച്ചിട്ടുള്ളത്. കുഴപ്പമില്ല. ഇത് കുഴിച്ചോ. അല്ലേ പൈപ്പ് ഇതിലേ പോണത്, ഇങ്ങനെ പോണത്. അല്ല ഇവിടെ വെക്കണേക്കാളും നല്ലത് കുറച്ചുകൂടി അങ്ങോട്ട് നീക്കി. ഇല്ല, അങ്ങോട്ട് വെക്കുമ്പോൾ ശരിക്കും പട്ടാതെ വിളിക്ക് വീഴും. അങ്ങോട്ട് ചായ വേണ്ടില്ലേ? അല്ല അങ്ങടല്ല, നമുക്ക് വെളിച്ചം വേണ്ട. ഈ അറ്റത്ത് വെക്കൊണ്ട ഇത് ഇങ്ങനെ വെക്കുക. അതെ, ഒന്ന് ഒരു പൊടിക്ക് ചെരിച്ച് വെച്ചോളട്ടെ. ഇവിടെ കാല് വെച്ച് കഴിഞ്ഞാലേ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് നീക്കിട്ട് തെങ്ങിന്റെ പട്ടാണ്ട ടാങ്ങനെ വീഴും. ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ വെളിച്ചം കിട്ടില്ലേ. ഇവിടെ അല്ലേ കൂടുതൽ പ്രകാശം വരാം. ഇവിടെ മരങ്ങളല്ല, ആകെ ഒന്നും കാണില്ലല്ലോ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം പോലും നമ്മുടെ കയ്യിൽ വേണ്ട, എല്ലാം റെഡിയിലാണ്. ഓൾറെഡി കൊണ്ടുവന്ന് ഇവരനൊക്കെ സെറ്റ് ചെയ്യും. വൈകുന്നേരം ഇരുട്ടാകുമ്പോഴേക്കും ഇരുട്ടാകുമ്പോഴോടി അവസാനിപ്പിക്കും. കണ്ട ഇളാങ്ക, കണ്ട അടിപൊളി ഇളാങ്ക. ഒരു സൈഡ് മോന, ഒരു സൈഡ് പരന്നിട്ടുള്ളത്. അല്ല, ഇത് ഇങ്ങനത്തെ നമുക്ക് ഒരെണ്ണം വാങ്ങിക്കേണ്ടത്. ഇത് അടിപൊളി സാധനമാണ്. കണ്ട ഇതുകൊണ്ട് ഇങ്ങനെ കുത്താനിട്ടേ. ഇതാ ഇത് അടുക്കള പണിക്കല്ല, ഈ നമ്മൾ അടുക്കള തോട്ടത്തിൽ പണിയുമ്പോൾ ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ നല്ലതാണ്. മണ്ണൊക്കെ കൊത്തി ഇളക്കാനും ഇതിനൊക്കെ ആയിരിക്കണ്ട, കുഴിക്കാനൊക്കെ ആയിട്ട് നല്ല മോനുള്ളത്. നമ്മുടെ ആണെങ്കിൽ ഒരു ഇത് മാത്രമല്ല ഉള്ളൂ, അത്രയ്ക്ക് വീതിയിട്ടുള്ളതില്ല. പിന്നെയുള്ളത് നോക്കിയാൽ വണ്ടൻ ഒരു കട്ടപ്പാര, കണ്ട വലിയൊരാളാങ്കണ്ട്. പിന്നെ അവരുടെ മറ്റേ ഇതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി കൊണ്ടുവരാൻ സെറ്റാണ്. ഇത് കണ്ട കൊണ്ടുവരണ്ട കമ്പിയൊക്കെ. ആ ഫ്രെയിം കണ്ട, ഈ ഫ്രെയിമാണ് കണ്ട, സെറ്റാണ്. കുഴി കുത്താ ഇത് ചെയ്യുക. കുഴി കുത്തിയിട്ട് മണ്ണെടുക്കാനുള്ള ബക്കറ്റ് വരെ ഒരു കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. നമ്മുടെ പേരെന്തിട്ടാ? ജിതേഷ്. എവിടെ വീട്? മലപ്പുറത്ത് എവിടെയാ? പരപ്പനങ്ങാടി. കമ്പനിയുടെ അടുത്ത് തന്നെ അല്ലേ? FRK കമ്പനിയുടെ അടുത്ത് തന്നെയാണ്. കഴിഞ്ഞ നമ്മുടെ മുന്നത്തെ ഫിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഒരു ഇക്കയെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു ബനിയൻ വേറെ ആയിരുന്നു, മഞ്ഞ കളറിലെ ബനിയൻ അങ്ങോട്ടായിരുന്നു എൻ്റെ ഓർമ്മ, മഞ്ഞ കളറുള്ളത്. ഇപ്പോൾ ബനിയനൊക്കെ ആകെ മാറ്റി, കളർ മാറ്റി. കണ്ട ഈ കുഴി കുത്തും. ഈ കുഴി കുത്തിയിട്ടാണ് റെഡിമെയ്ഡ് ഇതിൽ വെക്കാൻ പോണത്. കണ്ട നല്ല താഴ്ച വേണം. ഈ സാധനം അതിലിരിക്കണമല്ല, കുഴിയിലത് വെക്കണം കേട്ടാ. ഒരെണ്ണം വെച്ച് കഴിഞ്ഞു. ഞാൻ അവിടുത്തെ കുഴി ഇപ്പം അവർ സിമെൻറ്റ് കൂട്ടാൻ കണ്ട, സിമെൻറ്റും മെറ്റലും ഒക്കെ അവർ കൊണ്ടുവന്നുണ്ട്. അത് കൂട്ടിയിട്ട് അത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഉറക്കില്ലോ, കുറച്ച് സമയം ഉറക്കാൻ വേണമല്ലോ. അപ്പോൾ ആ സമയത്തെ കൊണ്ട് ഇതടിക്കാന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ചെയ്യണതേ, ഇത് കോൺക്രീറ്റ് ഇടാൻ പോകണം. ഒരു പെട്ടി, ഒരു ബോക്സ് ഉണ്ടാക്കി ഇതിൽ കോൺക്രീറ്റ് ചെയ്ത് നിറയ്ക്കും. ഉണ്ടാകും വാട്ടർ ലെവലൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കറക്റ്റായിരിക്കണം, ചെരിവ് വരാൻ പാടില്ല. ഈ ലെവലിൽ ഫിനിഷ് ചെയ്യും. ഇതൊന്ന് ഉറയ്ക്കണം. ഇതേപോലെ തന്നെ അവിടത്തെയും ചെയ്യും കേട്ടോ. ഇതേപോലെ തന്നെ നമ്മുടെ കുടിലിൻ്റെ അവിടുത്തെ ഇല്ലേ, അവിടുത്തെ കൊണ്ട് ചെയ്യും. ഈ സൈഡിലേക്ക് വിളിച്ചാൽ മതി. ഉറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് 600 വാട്ടിൻ്റെയാണ് വെച്ചിരിക്കുന്ന ലൈറ്റ്.
ഇനി വെക്കാൻ പോണത് 800-ന്റെ ആണ് കേട്ടാ. ഇത് വെച്ചിട്ട് തന്നെ ഇവിടെ ഭയങ്കര വെളിച്ചം, ഇവിടെ മുഴുവൻ വെളിച്ച. 800-ന്റെ വെച്ചാൽ എന്താവോ പകല് പോലെ നോക്കി. പൊക്കാൻ പോണില്ല. നീന്തറി മറിയില്ല. അങ്ങനെ തഴിച്ചു. പുതിയത് വയ്ക്കുന്നു. ഇവിടെ ഇത് മാറ്റി ഇത് കൊണ്ടുപോയി ഇവിടെ വെക്കുന്നുണ്ട്, കുടിലിൻ്റെ അവിടെ വെക്കുന്നുണ്ട്, അവിടെ അത് പറഞ്ഞപ്പോൾ ജഗ്ഗുവിന്റെ മുഖത്ത് 1000 വാട്ടുള്ള ലൈറ്റ് കത്തി. അവരായിരിക്കുന്നു. എനിക്ക് ഒട്ടും വെളിച്ചില്ലാത്തത് ഈ വശാ, തെക്ക് വശത്ത്. പക്ഷേ ഈ ഭാഗത്തല്ല ഇപ്പൊ വെക്കുന്നു. ഇവിടെ ഇനിയിപ്പോ ഈ പ്ലാവുകളും പുളിമരം അങ്ങനെയൊക്കെ ഇട്ട് അവിടെ എന്തായാലും വെക്കാൻ പറ്റില്ല. ചുമരമലായിട്ടുണ്ട്. സോളാർ ഇതിന് മേലെ വയർ കണക്ഷൻ അങ്ങോട്ട് ജഗുവാറുടെ പാനലില്ലേ, സോളാർ പാനല് വീടിന്റെ മുകളിൽ വെക്കാണ്, ലൈറ്റ് അവിടെ വെക്കാണ്, കൊടുക്കാം. അങ്ങനെ ചെയ്തുകൂടെ? ഇനിയിപ്പോ ഇതെടുത്താ കൊണ്ടുപോയിട്ട് അവിടെ ഫിറ്റ് ചെയ്യാൻ പോണു കേട്ടാ. എല്ലാം റെഡി മണി കണ്ടീഷൻ ആയിട്ടാണ് കൊണ്ടുവന്നത്. ഫിറ്റ് ചെയ്യാൻ പോണു. ഈ കാല് ഒരു വിളക്കേ വേണ്ടോ, അപ്പൊ അത് കാരണം ഡബിൾ കാലിൻ്റെ അത്രയ്ക്ക് കനല്ല. അല്ല, പുതിയ കാല് ഫിറ്റ് ചെയ്യാൻ പോവാണ്. 800 വാട്ട്സിൻ്റെ ലൈറ്റ്. ആ കാല് അവിടേക്കുള്ളത്. അവിടുത്തെ കോൺക്രീറ്റ് ഉറച്ച് വരണുള്ളൂ കേട്ടാ, ഉറച്ച് വരണുള്ളൂ. ഇത് പറഞ്ഞാൽ കുടിയില്ല അവിടേക്ക്. ഇപ്പോൾ വീടിൻ്റെ ബാക്ക് ആകെ പ്രകാശപൂരിതമായിരിക്കും, വെളിച്ചമയം. ഇത് ഇവിടുത്തെ കോൺക്രീറ്റ് കാലിൻ്റെ. ഇതാണ് നമ്മുടെ മുന്നത്തെ ലൈറ്റ് കേട്ടോ, 600 വാട്ട്സിൻ്റെ. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ വയ്ക്കുന്നത് ഇതാണ്. ഇത് ഇത്തിരി കൂടി കനം കൂടുതലുണ്ട്, 800-ൻ്റെയാണ്. ഇത് 800 എന്ന് പറഞ്ഞപ്പോൾ എന്തിട്ട് അതിൻ്റെ പ്രത്യേകത 2, 4, 6, 8, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 11 × 8, 88 ലൈറ്റ് ഉണ്ട്. ഇതിൽ LED ലൈറ്റ് ഉണ്ട്. കനമുണ്ട് കേട്ടോ കൂടുതൽ അതിനേക്കാളും അപേക്ഷിച്ച്. അത് പിന്നെ അങ്ങനെയാണ് 1000-ൻ്റെ ഉണ്ട്. ഇപ്പം എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ പിൻവശം പ്രകാശപൂരിതമാവും എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നു. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. അവിടെ തൃശ്ശൂർ. കാന്തം നോക്കണ്. കാന്തം എന്തുകൊണ്ടാണ് വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് അറിയോ? ഇനി പാനൽ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് പഴയത്, നമ്മുടെ ഇവിടെ നിലവിലുണ്ടായിരുന്ന 600-ൻ്റെ. അതിൻ്റെ മോഡൽ ഇതിൽ വ്യത്യാസമുണ്ട് കണ്ടാ. ഇത് 800-ൻ്റെ കണ്ടാ. നല്ല ഇത് അതിനേക്കാളും വളരെ വലിപ്പം കൂടുതലുണ്ട്. പിന്നെ ഇതിൻ്റെ ഇത് ഇങ്ങനെ അകന്നിട്ടുള്ള ടൈപ്പാണല്ലേ, വ്യത്യാസമുണ്ട് അതിൻ്റെ. കണ്ട കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും. അപ്പോൾ വെച്ചോ. അപ്പോൾ ഒരു ഫിറ്റ് ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ഇരുട്ടായി തുടങ്ങി സമയം. അപ്പോൾ ഇരുട്ടാവണം നല്ലതാണ്. ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാമല്ലോ. എന്തൊക്കെ ഇന്ന് ലൈറ്റ് ഉണ്ടാവും. ഇതുമേ കുറച്ചുണ്ടാവില്ല, കുറച്ച് ലൈറ്റ് ഉണ്ടാവും. കഴിഞ്ഞ തവണ നമ്മൾ കഴിഞ്ഞ കൊല്ലം 1.5 കൊല്ലം മുമ്പ് അത് ഫിറ്റ് ചെയ്തപ്പോഴും ഇതേപോലെ നാളെ രാത്രിയിലേക്ക് കറക്റ്റ് അറിയാൻ പറ്റാം. അപ്പം നാളെ കറക്റ്റ് വെയില് കൊണ്ട് നോക്കിയിട്ട് സോളാർ പാനലിന്റെ അപ്പൊ നാളെ രാത്രി വെളിച്ചം നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഫൈനൽ എടുത്താൽ മതി. കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. ഒരു നേരിയ വെളിച്ചല്ലേ ഉണ്ടാവുള്ളൂ. ലൈറ്റ് ഒന്ന് വേണമെങ്കിൽ കത്തിക്കാം. കുറച്ച് ചാർജ് ഉണ്ടാവും. കത്തി കണ്ണ് മിന്നി പോണെന്റെ നല്ല വെളിച്ചം ഇങ്ങനെ കാണുമ്പോ. മുകളിൽ അറിയണില്ല, ഇപ്പൊ ഒന്നും അറിയില്ലല്ലോ. ഇത് പൊക്കാൻ പോകണ. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു, പൊക്കി അത് സെറ്റാക്കാൻ പോണം. ഇപ്പൊ ഞാൻ പിടിക്കണ അങ്ങനെ അത് പൊക്കണു. ഒരു സ്വല്പം തെക്ക് ആ സൈഡിലേക്ക് ഒന്ന് ചരിച്ചു വയ്ക്കൂലേ? ചരിക്കൂല. മുമ്പുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ. ഇത് മുൻപുണ്ടായിരുന്ന സ്ഥലം തന്നെ. ഇനി ബോൾട്ടിട്ട് മുറുക്കും. മുൻപ് ഇവിടെ ഒരെണ്ണം തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അപ്പുറത്തേക്ക് വേറെ ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് വേറെ കാല് കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഊരി മാറ്റാം, അഴിച്ചു മാറ്റാം. നമുക്ക് ലൈറ്റ് വേണ്ടെന്ന് വയ്ക്കാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പം ഇനി അവിടെയാണ് ലൈറ്റ് വയ്ക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കാം. ഒരു കുഴപ്പമില്ല.
ആ കാല് വേറെ ഉണ്ടാക്കണമെന്ന് മാത്രമല്ലോ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ. ഇതിപ്പോൾ നമുക്ക് ഒരാളൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ ഈ സാധനമൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഓരോന്നോരോന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാൾ പണിക്കൂലി ഇത് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കാശ് വരും. അതിനുള്ള അതുകൾ കണ്ടെത്താനും ഇതിനൊക്കെ ആയിട്ട് ഇപ്പോൾ ഒന്നും അറിയണ്ട, കാശ് ഇങ്ങനെ കൊടുത്താൽ മതി. ചില ബോൾട്ടിട്ട് മുറുക്കുക. ഇത് കാശൊക്കെ പറയാട്ടാ, ഇതിൻ്റെ കാശൊക്കെ പറയാം. ഇവർക്കിത് മാത്രമല്ല, ഹൈമാസ്റ്റ് വിളക്കില്ലേ നമ്മൾ കണ്ടില്ലേ, ഓരോ MLA ആസ്തി ഫണ്ട് എടുത്തിട്ട് ഹൈമാസ്റ്റ് വിളക്ക് മറ്റേ ജംഗ്ഷനിൽ വെച്ചു, അല്ലെങ്കിൽ MP ഫണ്ട് വെച്ചിട്ട് ഹൈമാസ്റ്റ് വിളക്കുന്നുണ്ട്, ഭയങ്കര ഉയരത്തിലുള്ളത് 4 സൈഡിലേക്ക്. അതുപോലെ മിനി മാസ്റ്റ് ഉണ്ടല്ലോ അല്ലേ, മിനി മാസ്റ്റ് എന്നല്ല പറയാ, മിനി മാസ്റ്റ് ഇവർക്കുണ്ട്. അതും പണി വയ്ക്കും. അതിനും അതിൻ്റെ റേറ്റ് സോളാറിൻ്റെ ഇലക്ട്രിക്കിൻ്റെ ഉണ്ട്. കണ്ടത് കുറച്ചു ഫിറ്റ് ചെയ്തത് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, നേരെയാണ് ഇരിക്കുന്നത് നോക്കണം. ഓക്കെ. പിന്നെ ഇത് കാറ്റ് പിടിക്കുന്നില്ല, വളരെ കനം കുറഞ്ഞ ഒരു സാധനം തന്നെയാണല്ലോ. വലിയ കനമുള്ള സാധനമൊക്കെയാണെങ്കിൽ കാറ്റ് പിടിക്കാൻ തോന്നുന്നില്ല. അത് നൈസാണ് നമ്മുടെ പറക്ക. അപ്പം നമ്മുടെ ഇവിടുത്തെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി അവിടത്തെയാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു പൊടിക്ക് ഇങ്ങോട്ട് ചരിച്ചിട്ടാണ് വയ്ക്കുന്നത്, ഒരു പൊടിക്ക് ഇങ്ങോട്ട് ചരിച്ചിട്ടാണ് വയ്ക്കുന്നത്. സാധനം നേരെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഈ ലൈറ്റ് ഒരു പൊടിക്ക് ഇങ്ങനെ ചരിക്കും. പട്ടതില്ല, പട്ട അവിടെ ഇല്ലേ, 2 പട്ടത് പോണെങ്കിൽ നിൽക്കുന്നുണ്ട്. ഒരു ഇത് വെക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലല്ലേ ഈ സാധനം അല്ലേ. അതെ, ലെവൽ നോക്കാൻ വേണ്ടി വെക്കുന്നതല്ലേ. അന്തരീക്ഷം ഇരുട്ടായി തുടങ്ങിയിട്ടാ വെക്കിട്ടെ വരും. പൊക്കട്ടെ, ഫിറ്റ് ചെയ്യുന്നു. പുല്ലിൻ്റെ ഇടയിൽ നട്ടുമ്പോട്ടും പോയി കാണില്ല കേട്ടാ. എന്തൊരു വേടന്ന പുല്ല് മുളയ്ക്കല്ല, പുല്ല് വലുതാവണത്. ഇന്നാള് പുല്ല് വെട്ടിയല്ലോ. ഇടയ്ക്കിടെ പുല്ല് വെട്ടണം, പെട്ടെന്ന് വലുതാവും. മനുഷ്യന്മാരിങ്ങനെ വലുതാവാണെങ്കിലോ അങ്ങകല ദൂരേക്ക് നോക്കിയേക്കാം, വിദൂരതയിലേക്ക്. അപ്പോൾ ഇരുട്ടാണ്. അപ്പോൾ അടുത്തത് പൊക്കാൻ പോകണം കേട്ടാ. ഇപ്പോൾ പൊക്കും. അതിൻ്റെ ലൈറ്റാണ് കേട്ടോ കത്തിച്ചത് വെറുതെ അടിയിലിട്ട്. ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറ്റുള്ളവർ. ഇതേ അടുത്തത് പൊക്കണം കേട്ടാ. നല്ല ഇരുട്ടായി, ലൈറ്റ് കത്തി, ഇവിടെ വെളിച്ചായി. അത് കത്തണ്ട ടൈം ആയത്. അതാ അങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ പട്ടയും നാളേരം വീഴും. അത് കാരണം ഇവിടെ കണ്ട ലൈറ്റ് കുറച്ച് ടിൽറ്റ് ചെയ്തിട്ടല്ലേ ഇരിക്കണം ഇങ്ങോട്ട്. കണ്ട അവിടക്കല്ലേ ഇങ്ങട്. ഇവിടുത്തെ ലൈറ്റ് കത്തിയിട്ട് നോക്കിയേ, നല്ല വെളിച്ചായി. ഇതിലുള്ള ചാർജ് കൊണ്ടാണ് ലൈറ്റ് കത്തി പോണട്ടാ. ഇന്നത്തെ വെളിച്ചം നോക്കിട്ട് കാര്യല്ലേ, നാളത്തെ വെളിച്ചം ഞങ്ങൾ നോക്കട്ടെ കേട്ടാ. ഇതിപ്പോ ഇതില് ബാറ്ററിയില് കുറച്ച് ചാർജ് ഉണ്ടാവും, അത് വെച്ചിട്ടാണ് ഇന്നത്തെ ദിവസം കത്തുക. നാളെ ഇനി ഉണ്ട് സോളാർ പാനലില് കറണ്ട് വന്നിട്ട് നോക്കാം നമുക്ക്. ഞാൻ അവിടെ ഫിറ്റ് ചെയ്യാൻ പോണത് കുടിലിൻ്റെ അവിടേക്കിട്ടാ. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം, കുടിലത്തെ ലൈറ്റ് കേട്ടോ. ഇനി നമ്മുടെ കുടിലിന്റെ അവിടത്തെ ലൈറ്റ് ഫിറ്റ് ചെയ്യാറായിട്ടാ. ഇരുട്ടായി തുടങ്ങി. അവർക്ക് ദേ ടോർച്ച് അടിച്ചു കൊടുക്കുക. ഇപ്പൊ ഈ വെളിച്ചം എന്ന് പറയുന്നത് ഈ സോളാറിന്റെ കണ്ട ഇത് കെടുത്തി വെച്ചു. അയ്യോ ഒന്നും കാണില്ല, കണ്ട ഇതിന്റെ വെളിച്ചത്തിലാണ്. അത് തന്നെ ഓണായി ഇരുട്ടായപ്പോളേ. അതായത് പൊക്കാൻ പോകണം കേട്ടാ. അവസാനത്തെ ലൈറ്റ് അടിച്ചു കൊടുത്തോണ്ടി. അവരെ ലാസ്റ്റത്തെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ പകല് ഇത് കാണാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. അതിന് രാത്രിയാവുമ്പോൾ വെളിച്ചത്തിൻ്റെ മാറ്റം എന്തെങ്കിലും ഉണ്ടോ, ചിലപ്പോൾ മാറ്റമൊന്നും ഉണ്ടാവില്ലായിരിക്കും, ഇത്രയ്ക്ക് വെളിച്ചം തന്നെ ആയിരിക്കും. നാളെ രാത്രി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കുടിലിൻ്റെ അവിടെ നല്ല വെളിച്ചേക്കണ്ട. അതെ, ഇനി ബാക്കി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നാളെ പറഞ്ഞു തരുന്നുണ്ട്, വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നാളെ. അപ്പോൾ ശരി ട്ടാ. അപ്പോൾ ഇന്നത്തെ പകല് മുഴുവൻ അവൻ ആ സോളാർ പാനൽ വെയിൽ കൊണ്ടു. അങ്ങനെ കറണ്ട് നല്ല പ്രഭാപൂരിതമാണ് നമ്മുടെ ഈ വീടിൻ്റെ
വശം. എന്നിട്ട് തോന്നണം ഇന്നലത്തേനേക്കാൾ വെളിച്ചുണ്ടെന്ന്. പിന്നെ നല്ല വെളിച്ചം, ഇവിടെ എന്തൊരു പ്രകാശം അറിയൂ. അറിയില്ല, പക്ഷെ ഒരു ജഗു പറഞ്ഞ ഒരു 4 മണി 5 മണിക്ക് അവൻ രാവിലെ എഴുന്നേറ്റപ്പോ ഈ ലൈറ്റ് ഒക്കെ കെട്ടുകെടുക്കായിരുന്നു എന്ന് പറയണ്ടവൻ. ചാർജ് അപ്പൊ വേണമെങ്കിൽ നേരം വെളുക്കണ വരയ്ക്കും കത്താനുള്ള ചാർജിൽ ഉണ്ടാവില്ലായിരിക്കും, അതാവും. അപ്പൊ ഇന്ന് നോക്കട്ടെ ഏട്ടാ എങ്ങനെയുണ്ടെന്ന് നോട്ടെ. ഇപ്പൊ നല്ല പ്രകാശമാണ്. ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 6 മണിക്കൂർ കത്താൻ ഇരുട്ടാവാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് കത്തിക്കോളും, നമ്മളൊന്നും അറിയണ്ട. കത്തി കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ 6 മണിക്കൂർ ഫുൾ ബ്രൈറ്റ്നെസ്സിൽ കത്തും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20% അല്ലെങ്കിൽ 25% കുറയും ഡിമ്മായിട്ട്. പിന്നെ ഒരു 75 അല്ലെങ്കിൽ ഒരു 80% പവറിലായിരിക്കും. പിന്നെ അത്രയ്ക്കുള്ള വെളിച്ചം ഉണ്ടാവുള്ളൂ. കാരണം ഒരു 6 മണിക്ക് ഇത് കത്തി അല്ല വേണ്ട 6 മണിക്ക് കത്തും. ശരി, ഒരു 6 മണിക്ക് കത്തിയും ശരിക്ക് ഇരുട്ടായി 6 മണിക്ക്. അപ്പൊ കത്തി. അപ്പൊ 12 മണി വരെ നല്ല ഫുൾ ബ്രൈറ്റ്നെസ്സിൽ കത്തും. 100% വെളിച്ചം നമുക്ക് തരും. 12 മണിക്ക് ശേഷം കുറച്ച് ഡിമ്മാവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ വെളിച്ചത്തിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ എന്നാലും ഒരു 80-75% വെളിച്ചം ഉണ്ടാവും. അത് പവർ സേവിങ് മോഡിലേക്ക് മാറണതാണത്. ഇനിയിപ്പോൾ അത് വേണ്ട, നമുക്ക് നേരം വെളുക്കുന്ന വരയ്ക്കും ഈ ഫുൾ ബ്രൈറ്റ്നെസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആ റിമോട്ട് ഒന്ന് ഓഫാക്കിയിട്ട് ഒന്ന് വീണ്ടും ഒന്ന് ഓൺ ആക്കിയാൽ മതി. ഇത് ഇതിൻ്റെ കൂടെ റിമോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ആ ഫുൾ ടൈം അങ്ങനെ തന്നെ കത്തിക്കോളൂ കേട്ടാ. അങ്ങനെയാണ് ഇതിന്റെ. പിന്നെ എന്തുട്ടാ ഇതിന്റെ നമ്മുടെ രണ്ടാമത്തെ ലൈറ്റ് കേട്ടാ. അത് ഭയങ്കര നല്ല വെളിച്ച. പിന്നെ എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വില പറയാം. വില പറയാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ വെച്ചോണ്ടത് 800 വാട്ട്സിന്റെ തന്നെയാണ്. 600 ഉണ്ട്, 800 ഉണ്ട്, 1000 ഉണ്ട്. 600-ന്റെ 19,500 രൂപയും 800-ന്റെ നമ്മുടെ വെച്ചതിന് 23,000 രൂപയും പിന്നെ 1000-ന് 25,000 രൂപയാണ് റേറ്റ്. പിന്നെ ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ നമ്മുടെ അവിടെ കുറെ മരങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഇത് കണ്ട, ഈ മരങ്ങളൊക്കെ വലുതാവുമ്പോൾ ഒരു നിഴലുണ്ട്. അതിന്റെ ഒരു വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ ഈ ലൈറ്റില് നമ്മൾ വീടുകളിൽ മാത്രമല്ല നമുക്ക് എവിടെ വേണമെങ്കിലും സ്ഥാപിക്കാം. ഈ കുട്ടികളുടെ പാർക്കുകൾ, വലിയൊരു പാർക്കിലും പറ്റൂട്ടാ. പിന്നെ ആശുപത്രി, പിന്നെ റോഡുകൾ, നമ്മുടെ ഈ പ്രൈവറ്റ് റോഡുകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ അതിൻ്റെ 2 സൈഡിലൊക്കെ വെച്ച് പോകാം. അങ്ങനെ കുറേ എല്ലാ സ്ഥലത്തും വയ്ക്കാം. പിന്നെ ഇവർക്ക് മിനി മാസ്റ്റില്ലേ, ഹൈ മാസ്റ്റിലെ ലൈറ്റ് എന്ന് പറയില്ലേ, 4 ലൈറ്റ് മുകളിലേക്ക് ആയിട്ടുള്ളത്, അല്ല അടിയിലേക്ക് ആയിട്ടുള്ളത്, ഇങ്ങനെ ചുറ്റും. അതല്ല അതിൻ്റെ മിനി അതും ഉണ്ട് കേട്ടാ. നമുക്ക് 3ാമത്തെ ലൈറ്റിൻ്റെ അങ്ങോട്ട് പോവാം. ഇതാണ് 3ാമത്തെ ലൈറ്റ്. ഇവിടെ നമ്മുടെ ഈ വേപ്പുള്ള കാരണം ഈ സൈഡിലേക്ക് ഇത്തിരി വേപ്പിൻ്റെ ചില്ല കണ്ടവാനുള്ള കാരണം അങ്ങോട്ട് ഇത്തിരി വെളിച്ചം വരുന്നില്ല. പക്ഷേ ഇവിടെ നല്ല വെളിച്ചമാണ് കേട്ടോ. കുടിയിലത്തെ ലൈറ്റ് ഇടുമ്പോൾ അവിടേക്ക് വെളിച്ചെത്തി. അത് ഇതുമായിട്ട് ബന്ധമുള്ളതല്ല, പക്ഷേ ഇവിടെയൊക്കെ നല്ല വെളിച്ചമാണ്. ഇപ്പോൾ നമുക്ക് വൈകുന്നേരം നേരത്തെ ഇങ്ങോട്ട് വരാനായിട്ട് ഒരു പേടി തോന്നിക്കേണ്ട ആവശ്യമില്ല. കണ്ട, അപ്പം നമ്മുടെ വീടിൻ്റെ ഈ ബാക്ക് വശം മുഴുവൻ ഇപ്പം നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 1.5 കൊല്ലം മുമ്പ് ഇവരെ വെളിച്ചം ലൈറ്റ് വെച്ചാണ്. അടിപൊളിയാണ്. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതാണ്. അപ്പോൾ ആ അനുഭവമാണ് ഞങ്ങൾ പറയേണ്ടത്. ഇതിന് 2 വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട്, 1 വർഷത്തെ സർവീസ് വാറണ്ടി ഉണ്ട്. അപ്പം ആ 3 വർഷം നമുക്ക് സർവീസിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അവർ വന്ന് സോളാർ പാനൽ ഒരു 6 മാസം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയും. അതൊക്കെ അവരെന്നെ ചെയ്തോളും. പിന്നെ 3 വർഷം കേരളത്തിലുടനീളം അവർ വെച്ചു കൊടുക്കും. ഇപ്പം നമ്മളുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താ പറയാ, വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. ആൾക്കത് ഭയങ്കര സന്തോഷം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും പുതിയ മോഡല് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആള് വന്നിട്ട് നമുക്ക് വിളിക്കും. ഇനി എവിടെയാ വെച്ച് തരണ്ടേ അജുബായി, എവിടെയാ ഇനി വെച്ച് തരണ്ടേ, വെളിച്ചം എവിടെയാ വേണ്ട, നമുക്ക് വെച്ച് തരും. വെച്ചിട്ട് അതിന്റെ ഗുണം അറിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ട് ആളുകളോട് പറഞ്ഞാൽ മതി. തന്നെ ഉണ്ട് ഇത് ഗംഭീരമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ അനുഭവം ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ അയക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ FRK അപ്പൊ ഇവരുടെ ഗൂഗിളിൽ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഗൂഗിൾ റിവ്യൂസ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാലും അറിയാൻ പറ്റും. വെച്ചിട്ടുള്ളവരൊക്കെ നല്ല അഭിപ്രായം. ക്വാളിറ്റി അത്രയും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഒരു നമുക്ക് ആ ബ്രാൻഡ് ആൾക്ക് അത് നിലനിൽക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ക്വാളിറ്റിയുടെ ആൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യണില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ആ FRK എന്നുള്ള ആ പേരുള്ള സാധനം നമ്മുടെ വീട്ടിൽ എല്ലാവരും വീടുകളിൽ ഉണ്ടാവണം എന്നാണ് ആളുടെ ആഗ്രഹം. അപ്പൊ എല്ലാ വീടുകളുടെയും ചുറ്റും ഇതൊരു 4 ഭാഗത്ത് 4 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോരാ അനക്കം കേട്ടു. നമുക്കിപ്പോ ലേറ്റ് ഇപ്പൊ കള്ളന്മാര് വന്നു, എന്താ പറയാ,
അവരായം തന്നെ വന്ന മെയിൻ സ്വിച്ച് ഓഫ് ആക്കില്ലേ. പക്ഷെ ഇത് പോയില്ല. നമുക്കൊരു ശബ്ദം കേട്ടാലും ജനല് തുറന്ന് നോക്കാം, ലൈറ്റ് ഇടാൻ പോകണ്ട, ഒന്നും വേണ്ട, എപ്പോഴും വെളിച്ചുണ്ടാവും. അപ്പോ നല്ല സാധനമാണ് കേട്ടാ. അതായത് CCTV പിന്നെ മറ്റേ ചുറ്റും ലൈറ്റ് വെക്കുന്ന പോലെ അതേപോലെ തന്നെ പ്രാധാന്യമുള്ള സാധനം തന്നെയാണ് ഇത്. ചുറ്റും ലൈറ്റ് വെക്കണ പോലെ പ്രാധാന്യമുള്ള ലൈറ്റ് വെക്കുന്നതല്ലേ CCTV ഉള്ള പോലെ തന്നെ പ്രധാനമാണ്. CCTV വെക്കുന്ന പോലെ പ്രാധാന്യമുള്ള തന്നെയാണ് ലൈറ്റ്. നല്ല കാര്യമാണ്. നമുക്കിത് മുന്നറിയില്ലേ, നമുക്ക് മുന്നേ അറിഞ്ഞിട്ട് നമ്മുടെ വീട്ടില് അല്ല മുന്നേ ഈ ചുറ്റിലും മറ്റേ ഇലക്ട്രിക്കിന്റെ മറ്റേ വെറുതെ 1.5 ലക്ഷം കളഞ്ഞില്ല. പിന്നെ 1.25 ലക്ഷം രൂപ. ഞാൻ അതൊന്ന് റൗണ്ട് ആക്കി 1.5 മാത്രം. പക്ഷെ അതിനുശേഷം പിന്നെ നമ്മൾ കുറെ പൈസ ചെലവഴിച്ചിട്ടുണ്ട് ഇല്ലേ. ഇത് ഓരോ ട്രിപ്പ് കേടായിട്ട് എത്ര വട്ടം അത് നന്നാക്കാൻ കൊണ്ടുപോയിട്ട് കാശ് കളഞ്ഞിട്ടില്ല. ഇപ്പോഴും കത്തില്ലേ, കണ്ട ഒറ്റണം പോലും കത്തില്ലേ. കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ ട്രിപ്പായി എടുക്കണ്ട. അപ്പൊ അത് ഓടാകുമ്പോ കംപ്ലീറ്റ് കട്ട് ഓഫ് ആവും, എല്ലാം പോവും. ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള കാര്യങ്ങളില് ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഒരെണ്ണം ഈ ലൈറ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഭാഗത്ത് തിരിഞ്ഞു നോക്കണ്ടല്ലോ, വൈകുന്നേരം തന്നെ കത്തിക്കോളും, നേരം വെളുത്ത് കഴിഞ്ഞാൽ തന്നെ ഓഫ് ആയിക്കോളും. ഇനി നമുക്ക് വെക്കേണ്ടത് ഇനി റോട്ടിലാട്ടാ. ഇനി ആള് പുതിയ മോഡൽ ഇറക്കും. അപ്പോൾ അജുബായി എവിടെ വെക്കണ്ടെന്ന് ചോദിച്ചു വിളിക്കുമ്പോൾ അപ്പം നമുക്ക് പറയാം റോട്ടിൽ. കാരണം റോട്ടിലത്തെ ലൈറ്റുകൾ ഒരു 5 എണ്ണപ്പം കിട്ടും. ഇനിയിപ്പോൾ ആ ലൈറ്റുകൾ മാറ്റണം, പുതിയത് വെക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര നമ്മളിവിടെ വെച്ചിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് നമ്മുടെ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്ക് വലിയ വെള്ളം കഴിയുന്നതിനെ കുറിച്ചോ വെള്ളം നിറഞ്ഞു പോണതിനെ കുറിച്ചോ ചിന്തിക്കേണ്ട, അത് തന്നെ ഓണായി തന്നെ ഓഫ് ആയിക്കോളും. അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നിട്ട് എനിക്ക് ഇവിടെ വെച്ചിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. പിന്നെ ഈ ഇപ്പൊ നമ്മളിപ്പോ ഈ സർവീസിങ്ങിനോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കിത് നമ്മുടെ വീട്ടിൽ വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചിലപ്പോൾ എത്തണമെന്നില്ല. അവർ ആ റൂട്ടിലുണ്ടെങ്കിൽ അപ്പൊ തന്നെ എത്തും. അല്ലെങ്കിൽ ഒരു 2, 3, 4 ദിവസം ഗ്യാപ്പ് കൊടുക്കണം. അതന്നെ, അവർക്കൊരു 3-4 വണ്ടികളും ടീമും ഉണ്ട്. അപ്പൊ അവര് നമ്മളുടെ ഈ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വിളിച്ചെങ്കിൽ അവര് വരും. പിന്നെ അവര് നമുക്കിപ്പോ ഈ സാധനം നമ്മൾ പറയാണ്, ഈ എന്താ പറയാ, ഈ പോസ്റ്റും ഈ ലൈറ്റും പാനലൊക്കെ തന്നോ, ഞങ്ങൾ ഫിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇൻസ്റ്റലേഷൻ ചാർജ് ഒന്നും വേറെ കൊടുക്കണ്ട. അവര് തന്നെ, നമ്മൾ കണ്ടില്ല, എല്ലാ സാധനങ്ങളും അവർ തന്നെ കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് ഇപ്പോ സിമെന്റ് കൊണ്ടുവരാനാ വേറെ ഒന്നും കൊണ്ടുവരാൻ പറയില്ല, ഒക്കെ അവർ തന്നെ കൊണ്ടുവരും. അപ്പൊ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാനൽ വെക്കണത് കറക്റ്റ് ആ കിഴക്ക് പടിഞ്ഞാറ് കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ കറക്റ്റായിട്ട് സൂര്യപ്രകാശം സോളാർ പാനലിലേക്ക് അടിക്കില്ല, കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കില്ല, വെളിച്ചം നന്നായിട്ട് കിട്ടില്ല. അപ്പൊ അവര് തന്നെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ ഭംഗിയിൽ ചെയ്തോളും. മാത്രമല്ല വാറണ്ടിയും എല്ലാം കിട്ടും, സർവീസിങ്ങും എല്ലാം കിട്ടും. അപ്പോൾ അത് ധൈര്യമായിട്ട് കണ്ണടച്ച് നമുക്ക് വെക്കാം. അപ്പോൾ നമ്പർ ഇടയിൽ നമ്മൾ ഡിസ്പ്ലേ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ ഇവരെ വിളിക്കുക, അത് വെക്കുക കേട്ടാ. കഴിഞ്ഞില്ലേ പരിപാടി? കഴിഞ്ഞു. അടിപൊളി.